വെൽക്കം പ്രിയപ്പെട്ടവരെ വചനധാരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്. വചനധാരയിലൂടെ നമ്മൾ ബൈബിൾ വായിക്കും, എല്ലാ ദിവസവും കുറച്ച് പോർഷൻസ് വായിക്കും, എന്നിട്ട് അതിൻ്റെ ചെറിയൊരു റിഫ്ലക്ഷൻ ഷെയർ ചെയ്യും, പിന്നെ പ്രാർത്ഥനയോടെ കൺക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സുവിശേഷങ്ങളാണ്. നമ്മൾ ഇന്ന് വായിക്കുന്നത് മാത്യുവിൻ്റെ ഗോസ്പൽ ചാപ്റ്റർ 3 1 മുതലുള്ള വാക്യങ്ങളാണ്. സ്നാപക സാക്ഷ്യം. ആ ദിവസങ്ങളിൽ യോഹന്നാൻ പ്രഘോഷിച്ചുകൊണ്ട് യൂദയായിലെ മരുഭൂമിയിൽ എത്തിച്ചേർന്നു. മാനസാന്തരപ്പെടുവൻ എന്തെന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്യപ്പെട്ടത് അവനെക്കുറിച്ചാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവൻ, അവന്റെ പാതകൾ നേരെയാക്കുവൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വായിച്ചത് ഈശോയുടെ ജീനിയോളജി വായിച്ചു. പിന്നെ നമ്മൾ വായിച്ചത് ഈശോയുടെ ബർത്തിനെ പറ്റിയുള്ള നറേറ്റീവ് വായിച്ചു. ജോസഫിന്റെ സ്ട്രഗിളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനാൽ ആണ് മാതാവ് ഗർഭം ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ വായിച്ചു. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് ഈജിപ്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ അവരുടെ ആ സ്ട്രഗിൾ, ഇനിഷ്യൽ വന്ന സ്ട്രഗിൾസ്, പിന്നെ ജ്ഞാനികൾ കിഴക്ക് നിന്ന് സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഉണ്ണീശോ കാണാൻ വേണ്ടതൊക്കെ നമ്മൾ വായിച്ചത്. എന്നിട്ട് പെട്ടെന്ന് അപ്പോൾ അതൊരു ഇൻഫൻസി നറേറ്റീവാണ്. അപ്പം അവിടുന്ന് പെട്ടെന്നൊരു ജമ്പാണ് ചാപ്റ്റർ 3. ചാപ്റ്റർ 3 മാത്യു ഇത് എൻ്റർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാർക്കിൻ്റെ ഗോസ്പൽ, വിശുദ്ധ മാർക്കോസിൻ്റെ ഗോസ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സ്നാപക യോഹന്നാൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ, ഇങ്ങനെ 4 പേരാണല്ലോ സുവിശേഷം എഴുതുന്നത്. അതിനകത്ത് മാത്യുവും മാർക്കും ലൂക്കും നമ്മൾ പറയുന്നത് സമാന്തര സുവിശേഷങ്ങൾ എന്നാണ്, സിനോപ്റ്റിക് ഗോസ്പൽസ് എന്നാണ്. ബിക്കോസ് ദേ ആർ സോ ഡിഫറെൻറ്റ് ഫ്രം ജോൺസ് ഗോസ്പൽ, അല്ലേ? അപ്പോൾ ഈ 3 സുവിശേഷങ്ങൾക്കും കൂടെ വേറൊരു സോഴ്സും കൂടെ, അതായത് മാർക്കിൻ്റെ ഗോസ്പലാണ് ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ വന്നത് ക്യൂ എന്ന് പറഞ്ഞൊരു സോഴ്സും കൂടെ ഉണ്ടെന്നും അത് രണ്ടും ബേസ്ഡ് ആയിട്ടാണ് മാത്യുവും ലൂക്കും ഗോസ്പൽസ് എഴുതിയിരിക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ സ്കോളർലി ലിറ്ററേച്ചറിനകത്ത് വായിക്കുന്നത്. അപ്പോൾ മാർക്കിൻ്റെ ഗോസ്പലും ഈ ക്യൂ സോഴ്സും ബിഗിൻ ചെയ്യുന്നത് സ്നാപക യോഹന്നാൻ്റെ അല്ലെങ്കിൽ സ്നാപക യോഹന്നാനെ പറ്റിയുള്ള നറേറ്റീവും കൊണ്ടാണ്. അപ്പം മാത്യു അങ്ങനെയല്ല. മാത്യു ആദ്യം ഈശോയുടെ ജിനിയോളജി പറയുന്നു, അത് കഴിഞ്ഞിട്ട് ഇൻഫൻസിയിൽ നറേറ്റീവ് പറയുന്നു, അത് കഴിഞ്ഞിട്ടാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എൻ്റർ ചെയ്യുന്നത്. അതായത് പബ്ലിക് മിനിസ്ട്രി ഇൻഫൻസ് നറേറ്റീവ് കഴിഞ്ഞിട്ട് തന്നെയാണ് മാത്യു പ്ലേസ് ചെയ്തിരിക്കുന്നത്. മാർക്ക് അങ്ങനെയല്ല. മാർക്കിനാണ് ഏറ്റവും ചെറിയ ഗോസ്പൽ, 16 അധ്യായങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫൻസ് നറേറ്റീവിന്, കാരണം ഓൾറെഡി ഈശോ ജനിച്ചോന്നൊക്കെ കുറേ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടായിരിക്കും ആദ്യം എഴുതപ്പെട്ടതിനകത്ത് ഒരു പബ്ലിക് മിനിസ്ട്രിക്ക് ത്രസ്റ്റ് കൊടുത്തുകൊണ്ട്, അതുപോലെ ഈശോയുടെ കുരിശുമരണം, ആ ഒരു പോർഷൻ, ഉത്ഥാനം, അതിനൊക്കെയാണ് മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റിയുള്ള നറേറ്റീവ് ഒക്കെ 13th ചാപ്റ്ററിനകത്ത്. അപ്പോൾ അതുകൊണ്ട് വളരെ അബ്രിഷ്ഡ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഗോസ്പലാണ് മാർക്കിൻ്റെ ഗോസ്പൽ എന്ന് പറയുന്നത്. മാത്യുവിൻ്റെ അങ്ങനെയല്ല, ഏകദേശം എല്ലാം ഒരു കവർ ടു കവർ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഈശോയുടെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മാത്യു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വായിക്കുന്നത് ചാപ്റ്റർ 3 ആണ്. അതിനകത്ത് നമ്മളിപ്പോൾ കേട്ടത് സ്നാപക യോഹന്നാൻ്റെ മിനിസ്ട്രിയാണ് അവിടെ പറഞ്ഞു തുടങ്ങുന്നത്. ആ ദിവസങ്ങളിൽ ആ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻഫൻസ് നറേറ്റീവ് കഴിഞ്ഞ് വലിയൊരു ജമ്പാണ്. എന്നിട്ടാണ് ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. യോഹന്നാൻ പ്രഘോഷിച്ചുകൊണ്ട് യൂദയായിലെ മരുഭൂമിയിൽ എത്തിച്ചേർന്നു. ഈ മരുഭൂമി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡെഡ് സീയുടെ ചുറ്റുപാടുമുള്ള റീജിയൻസ് ഒക്കെ തന്നെ ഒരു മരുഭൂമി ആയിരുന്ന ഒരു സിറ്റുവേഷനാണ്. അത്ര നല്ല പ്ലാന്റേഷൻസ് ഒന്നുമല്ല, വിൽഡർനെസ് എന്നൊക്കെ കൂടുതൽ നമ്മൾ വായിക്കുന്ന ഒരു റീജിയനാണ്. ഈശോയും പലപ്പോഴും വിൽഡർനെസ്സിലേക്ക് വിത്ഡ്രോ ചെയ്ത് പ്രാർത്ഥിച്ചു എന്നൊക്കെ നമ്മൾ ഗോസ്പൽസിലൊക്കെ തന്നെ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലമാണിത്. ഡെഡ് സീക്ക് അറൗണ്ട് ആണ്. ജോർദൻ നദിയുടെ തീരത്തൊക്കെ ഉള്ള, അല്ലെങ്കിൽ ജോർദൻ നദിക്കപ്പുറമുള്ള ട്രാൻസ് ജോർഡൻ റീജിയൻ എന്നും അറിയപ്പെടുന്നു. ചാവുകടൽ, അതാണ് ഡെഡ് സീ. അപ്പോൾ ആ ചാവുകടലിൻ്റെ റീജിയനും ട്രാൻസ് ജോർഡൻ റീജിയനും യൂദയായിലെ മരുഭൂമിയിൽ എത്തിച്ചേർന്നു. ഈ മരുഭൂമി എന്ന് പറയുമ്പോൾ അതൊരു വിൽഡർനെസ് ആണ്. ഈശോ പലപ്പോഴും വിത്ഡ്രോ ചെയ്ത് വിൽഡർനെസ്സിലേക്ക് പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കും. അതുപോലത്തെ ഒരു സ്ഥലമാണെന്നും പറയാം. പിന്നെ ഇത് ജനറലായിട്ടും ഈ ചാവുകടലിന് അടുത്തുള്ള, ഡെഡ് സീക്ക് അടുത്തുള്ള പ്രദേശങ്ങളാണിത്. ട്രാൻസ് ജോർഡൻ റീജിയനൊക്കെ ഇതിനകത്ത് പെടുന്നു. അപ്പോൾ ആ ഒരു റീജിയനിലാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് വന്ന് പ്രഘോഷിക്കുന്നത്. നമുക്ക് ഒരു കാര്യം കൂടെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, മാത്യു ഇവിടെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഈശോയുടെ റിലേറ്റീവ് ആണെന്നോ എലിസബത്തിന്റെ പുത്രൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ റെഫർ ചെയ്യുന്നില്ല. അതൊക്കെ നമ്മൾ ലൂക്കിന്റെ ഗോസ്പലിലാണ് കാണുന്നത്. ഇവിടെ നമ്മൾ വളരെ വളരെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ
വേറെ റൈറ്റിങ്സ് ചോദിച്ചു കിട്ടിയേക്കുന്ന വേറെ റൈറ്റിങ്സ്, മിസ്റ്റിക്കൽ റൈറ്റിങ്സ്, അതുപോലെ അല്ലാത്ത ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്സ്. ഫോർ എക്സാമ്പിൾ ജോസഫൂസ് പോലത്തെ ഹിസ്റ്റോറിക്കലായിട്ട് ജൂയിഷ് കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന റൈറ്റേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ റൈറ്റിങ്സിൽ നിന്നാണ് നമ്മൾ കൂടുതലും സ്നാപക യോഹന്നാനെ പറ്റി മനസ്സിലാക്കുന്നത്, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന്. അപ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലാവുന്നൊരു കാര്യം, സ്നാപക യോഹന്നാൻ ഒരു എസ്സെയിൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നിരിക്കണം. കാരണം എസ്സെയിൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുകാരാണ് ഈ ഡെഡ് സീ സ്ക്രോൾസ് എഴുതിയേക്കുന്നത്. ഡെഡ് സീ സ്ക്രോൾസ് എന്ന് പറയുന്നത് ചാവുകടൽ ചുരുൾ എന്ന് പറഞ്ഞ് ഫേമസ് ആയിരിക്കുന്ന ഡെഡ് സീ സ്ക്രോൾസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോഡേൺ മാൻ, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഡെഡ് സീ സ്ക്രോൾസ് നമ്മുടെ കരങ്ങളിലൊക്കെ കിട്ടുന്നത് 1947 ആണ്. ശരിക്കും ആക്സിഡൻ്റലി കുറച്ച് നൊമാഡിക് ആയിട്ടുള്ള ട്രൈബൽ ആയിട്ടുള്ള കുറച്ച് പിള്ളേർ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ ഒരു കല്ല് വന്ന് വീണൊരു ഗുഹയ്ക്കകത്തൊരു മുഴക്കം കേൾക്കുന്നു. അങ്ങനെ അവർ ആ സ്ഥലങ്ങളൊക്കെ ആ കുട്ടികളാണ്, അല്ലെങ്കിൽ ഒരു ഗെയിമിൻ്റെ പാർട്ടായിട്ടൊക്കെയാണ് അത് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. പിന്നെ അവർ ആ ഗുഹയൊക്കെ എക്സ്പോസ്ഡ് ആയപ്പോൾ അവർക്കതിനകത്ത് സ്ക്രോൾസ് കിട്ടുന്നു, ചുരുളുകൾ കിട്ടുന്നു, റൈറ്റിങ്സുള്ള ചുരുളുകൾ. അപ്പോൾ അവർക്കിത് ഒരു ആൻറ്റിക്വിറ്റിയുടെ എന്തൊക്കെയോ സാധനമാണെന്ന് അറിയാം. വിലപിടിപ്പുള്ള എത്ര വിലയുണ്ടെന്നൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അതെല്ലാം അവരവിടുത്തെ സ്ട്രീറ്റ്സിൽ അവിടുത്തെ വിൽക്കുവോ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മളിപ്പം ക്യൂറിയസ് ആയിട്ടൊക്കെ പല സ്ഥലം വാങ്ങിക്കത്തില്ല. അപ്പോൾ അതേപോലെ അവർ അതിനെ കണ്ടുള്ളൂ. അപ്പോൾ അവർ നൊമാഡിക് പീപ്പിളാണ്. അപ്പോൾ അവർക്ക് ട്രൈബൽസ് ആണ്. അപ്പോൾ മണി കിട്ടാനുള്ളൊരു ഈസിയുള്ളൊരു വഴിയായിട്ട് അവർ കണ്ടുള്ളൂ. പക്ഷെ എന്തായാലും അങ്ങനെ അവർ വിൽക്കുന്ന സമയത്ത് ചില സ്ക്രോളേഴ്സ് ഈ ജെറൂസലമൊക്കെ വിസിറ്റ് ചെയ്ത് ആർക്കിയോളജി ഒക്കെ നടത്തി പഠിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ബിബ്ലിക്കലായിട്ട് ഒത്തിരി പഠിച്ചിട്ടുള്ള വ്യക്തികളെല്ലാം ഇങ്ങനെ ഒരു ആക്സിഡൻ്റലി അവർ മാർക്കറ്റിൽ കണ്ടാണ് ഈ ഡെഡ് സീ സ്ക്രോൾസിൻ്റെ ശരിക്കുമുള്ള ഫൈൻഡിങ്സിലെത്താനും അവിടെ ആർക്കിയോളജി നടത്തി ഒത്തിരി സ്ക്രോൾസ് അൺഎർത്ത് ചെയ്യാനും ഇടയായത്. അപ്പോൾ ആ സ്ക്രോൾസിനകത്തൊക്കെ നമുക്ക് എസ്പെഷ്യലി യെശയ്യാ പുസ്തകത്തിലൊക്കെ മൾട്ടിപ്പിൾ കോപ്പീസ് കാണാം. അപ്പോൾ അവിടെ ജീവിച്ചിരുന്ന വ്യക്തികളെയൊക്കെ പറ്റി കൂടുതൽ നമുക്ക് അറിയാൻ പറ്റി. അല്ലാതെ നമുക്ക് അവരെ പറ്റി അറിയാൻ പറ്റുന്നത് ജോസഫൂസിൻ്റെ റൈറ്റിങ്ങിലാണ്. അതുപോലെ മിസ്റ്റിക്കലായിട്ട് പല ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ആൻ കാതറിൻ എംബർക്ക് നമുക്കറിയാം, പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന മൂവി ആൻ കാതറിൻ എംബർക്കിനെ കിട്ടിയേക്കുന്ന വിഷൻസിന് ബേസ്ഡ് ആയിട്ടാണ് ആ മൂവി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ അവരൊരു അഗസ്റ്റിനിയൻ നണ്ണായിരുന്നു. 1815 ആ ടൈമിലൊക്കെ ജീവിച്ചിരുന്ന ഒരു കന്യാസ്ത്രീയായിരുന്നു. അപ്പോൾ അവരുടെ വിഷൻസ്, അവർ സ്റ്റിഗ്മാറ്റിസ്റ്റും അങ്ങനെ ഒത്തിരി ഈശോയുടെ സ്നേഹത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ റൈറ്റിങ്സിനകത്തൊക്കെ എസ്സെൻസ് ജീവിച്ച രീതികൾ അവരിങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മൾട്ടിപ്പിൾ കോപ്പീസ് ബൈബിളിൻ്റെ, അതായത് പഴയ നിയമത്തിൻ്റെ എഴുതി സൂക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രീസ്ലി കമ്മ്യൂണിറ്റി, വിൽഡർനെസ്സിൽ പോയി താമസിച്ചൊരു പ്രീസ്ലി കമ്മ്യൂണിറ്റി ആയിരുന്നു എസ്സെൻസ്. അപ്പോൾ സ്നാപക യോഹന്നാൻ അവരുടെ ആ ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നും പറയപ്പെടുന്നു. എന്താണേലും ആ ഒരു ടൈപ്പ് ഓഫ് ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു അസറ്റിക് ലൈഫ് സ്റ്റൈലാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളിനകത്തും ഏകദേശം ഒരു ഇൻറ്റൻസിറ്റി കാണാം. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാനത് കുറച്ചുകൂടെ അതിനെപ്പറ്റി വ്യക്തമാക്കി തരാം. അപ്പോൾ ഇത് അടുത്ത വചനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്നാപക യോഹന്നാൻ എത്തിച്ചേർന്നു, മാനസാന്തരപ്പെടുവൻ, എന്തെന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതാണ് സ്നാപക യോഹന്നാൻ പ്രൊക്ലൈം ചെയ്യുന്ന വചനം. മാനസാന്തരപ്പെടുവൻ, എന്തെന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടുവൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റിൽ മെറ്റനോയ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ട്രാൻസ്ഫോർമേഷൻ എന്നാണ്, അല്ലെങ്കിൽ ഒരു മനപരിവർത്തനം എന്നുള്ളതാണ്. അപ്പം ഇത് ഇവിടെ സ്നാപക യോഹന്നാൻ തുടങ്ങുന്ന ഒരു വേർഡല്ല. ബിബ്ലിക്കലി എല്ലാ പ്രവാചകന്മാരും ഈ ഇസ്രായേൽ ജനത്തെ ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നതും റിട്ടേൺ ടു ഗോഡ്, റെൻഡ് യുവർ ഹാർട്ട്സ് നോട്ട് യുവർ ഗാർമെന്റ്സ്, നിങ്ങളുടെ വസ്ത്രങ്ങളല്ല കീറേണ്ടത് ഹൃദയങ്ങളാണെന്ന രീതിയിലും ഒക്കെ എല്ലാ പ്രവാചകന്മാരും ഇൻറ്റൻസ് ആയിട്ട് പ്രഘോഷിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്, ജെറമ്യായും യെശയ്യായും ഒക്കെ തന്നെ. അപ്പോൾ അതേ ഒരു എന്താ പറയുക പാരമ്പര്യം തുറന്നുകൊണ്ടാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തെന്നാൽ പിന്നെ വ്യത്യാസമാണ്, എന്തെന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുന്ന ഒരു കീ നോട്ടായിട്ട് എല്ലാ പ്രവാചകന്മാരുടെയും റൈറ്റിങ്സ് നമുക്ക് കാണാമെങ്കിലും ജോൺ ദ ബാപ്റ്റിസ്റ്റിന് കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി കൊടുക്കുകയാണ്. സമയം സമീപിച്ചിരിക്കുന്നു. ഈശോയും അതേ കാര്യം തന്നെ പറഞ്ഞാണ് ഈശോയുടെ മനസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സമയം സമീപിച്ചിരിക്കുന്നു, സമയം സമാഗതമായിരിക്കുന്നു, മാനസാന്തരപ്പെടുവൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈശോയുടെ മെസ്സേജ്. ശരിക്കും ജോൺ ദ ബാപ്റ്റിസ്റ്റ് അങ്ങനത്തെ ഒരു ഇൻറ്റൻസിറ്റിയോടെ തന്നെയാണ് പറയുന്നത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പിന്നെ സ്വർഗരാജ്യം എന്നുള്ളൊരു വേർഡ് ശരിക്കും ദൈവരാജ്യം, നമ്മൾ കിങ്ഡം ഓഫ് ഗാഡ് എന്നുള്ളത് നമുക്ക് ഒത്തിരി കാണാം. പക്ഷെ കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം എന്നുള്ളത് പ്രത്യേകിച്ചും മാത്യു യൂസ് ചെയ്യുന്നതാണ്. വിശുദ്ധ മത്തായിയുടെ ഒരു യൂസേജാണത്. അപ്പോൾ ആ സമയത്തുള്ള ഫാരിസീസും റൈറ്റേഴ്സും അല്ലെങ്കിൽ ശരിക്കും ഡിവൗട്ട് ആയിട്ടുള്ള
യഹൂദന്മാരെല്ലാവരും തന്നെ ദൈവം എന്ന് പറയാനായിട്ട് അവർക്കിപ്പം യാഹ്വേ എന്ന് പറയുന്നതിന് പോലെ അവർ ആഡോനായ് എന്ന് പറയും. കാരണം ആഡോൻ വെച്ചാൽ കർത്താവ്. ശരിക്കും യഹോവ എന്ന് പറയാനായിട്ട് ഒരു ബഹുമാനം, കാരണം അത് പറയാനുള്ള റൈറ്റ് ഇല്ല. അതുകൊണ്ട് ആഡോനായ് അല്ലെങ്കിൽ ദ ലോർഡ് എന്ന വേർഡ് ഉപയോഗിക്കും. അപ്പം അതേപോലെ സ്വർഗരാജ്യം എന്ന് പറയുന്ന ദൈവരാജ്യം എന്ന് പിന്നെയും ദൈവത്തെ പറ്റി പറയാൻ ഹി ഡിസേർവ്സ് ടു മച്ച് ഓണർ ഫ്രം അവർ പാർട്ട്. അല്ലെങ്കിൽ ഒത്തിരി ആരാധന അർഹിക്കുന്ന ദൈവത്തിന്റെ നാമം പെട്ടെന്ന് അങ്ങനെ എളുപ്പത്തിൽ എപ്പോഴും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പകരം സ്വർഗം എന്നും ഹെവൻ എന്നുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ മാത്യു അതുകൊണ്ട് തന്നെ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിനോട്ട്സ് ദൈവരാജ്യം തന്നെ, കിങ്ഡം ഓഫ് ഗോഡ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ബൈബിളിനകത്ത് ശരിക്കും ദൈവം തന്നെ എല്ലാം ഡൊമീനിയനും കീപ്പ് ചെയ്യുന്ന, ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നടക്കുന്ന ഒരവസ്ഥയാണ് ദൈവരാജ്യം, സ്വർഗരാജ്യം. കർത്താവ് ഈശോ നമുക്ക് പഠിപ്പിച്ചു എന്ന് പറയുന്നത് സ്വർഗസ്നായുള്ള പിതാവേ കൊണ്ട് ഹാലോഡ് ദൈ കിങ്ഡം കം, അല്ല അങ്ങയുടെ രാജ്യം വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം വെച്ചാൽ ദൈവത്തിന്, അതായത് നന്മ മാത്രം, ദൈവഹിതം മാത്രം, പുണ്യം മാത്രം, അതാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം. വേൾഡിന്റെ സിറ്റുവേഷൻ അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല, അല്ലേ? തിന്മയും നന്മയും കൂടി മിക്സ്ഡ് ആയിട്ടാണ് വേൾഡ് കിടക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ഹിതം എല്ലാം നന്മയാവണം. ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നന്മയായിട്ടുള്ള ദൈവം അത് തന്നെ എല്ലാവരിലും ആ ദൈവത്തിന്റെ പരിപൂർണമായ പരിപൂർണ്ണ ഇഷ്ടം നിറവേറ്റപ്പെടുന്ന ഒരു അവസ്ഥ. ഇതാണ്. അതുകൊണ്ട് ഈശോ നമ്മളോട് എപ്പോഴും പറയുമ്പോൾ അത് പ്രാർത്ഥിക്കുക, ദൈവരാജ്യം വരണമേ, സ്വർഗരാജ്യം വരണം. സ്വർഗരാജ്യം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. അപ്പൊ ദൈവഹിതം പരിപൂർണമായിട്ട് നിറവേറ്റപ്പെട്ട അവസ്ഥ, അതൊരു വ്യക്തിയുടെ ലൈഫിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, ഇൻ ദ നേച്ചർ, അല്ലെ, എവിടെയാണെങ്കിലും ടോട്ടൽ ഡൊമീനിയൻ, ടോട്ടൽ പവർ ആൻഡ് ഹോൾഡ് ഓഫ് ഗാഡ് ഓവർ എവറിത്തിങ്. അതാണ് ദൈവരാജ്യം, അതാണ് സ്വർഗരാജ്യം. നമ്മൾ പറഞ്ഞ പോലെ ലിറ്ററലി നമുക്കിതൊന്നും ലോകത്ത് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ശരിക്കുമുള്ള ആ ദൈവരാജ്യത്തിന് പൂർണ്ണമായിട്ടും എസ്റ്റാബ്ലിഷ്ഡ് ആകപ്പെടാനുള്ള എല്ലാ പൊട്ടൻഷ്യലും എല്ലാ ചേരുവകളും ആക്ച്വലി റെഡിയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യർ പാപം ചെയ്ത് ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവരാജ്യം എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ കർത്താവിന്റെ ഇഷ്ടമല്ല പൂർണ്ണമായിട്ട് നിറവേറ്റി ജീവിക്കുന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവരാജ്യം എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പൊ അതേപോലെ മനുഷ്യരുടെ പാപത്തെ വീണപ്പോൾ ദൈവത്തിന് ഡൊമീനിയൻ അല്ല ഓരോ മനുഷ്യരുടെയും പേഴ്സണൽ ലൈഫിൽ. അപ്പൊ അങ്ങനെ പല മനുഷ്യരുടെയും കൂട്ടായ്മ ആയപ്പോൾ സൊസൈറ്റി ദൈവരാജ്യത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ അല്ല. ബിക്കോസ് വീഴ്ചകളുള്ള അനേകം മനുഷ്യരുടെ വീഴ്ചകളും നന്മകളും നിറഞ്ഞതായി സൊസൈറ്റി. നേച്ചർ, നമ്മുടെ തന്നെ ഇൻഫ്ലുവൻസ് കാരണം നേച്ചറിനും ചേഞ്ചസ് ഉണ്ടല്ലേ? അപ്പൊ അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ഡീവിയേറ്റഡ് ഫ്രം ദി അൾട്ടിമേറ്റ് വിൽ ഓഫ് ഗാഡ്, ദി അൾട്ടിമേറ്റ് കിങ്ഡം ഓഫ് ഹെവൻ. പക്ഷെ നമ്മുടെയൊക്കെ എപ്പോഴാണോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യേശുവിലേക്ക് വിട്ടുകൊടുത്ത് ജീവിക്കുന്നത്, ആത്മാവിലുള്ള ജീവിതം, റോമൻസ് ചാപ്റ്റർ 8 നമ്മൾ വായിക്കുന്നു, ആത്മാവിലുള്ള ജീവിതം, ആ ജീവിതം സ്വന്തമാക്കി നമ്മൾ ജീവിക്കുമ്പോൾ ദാറ്റ് ഇസ് കിങ്ഡം ഓഫ് ഗാഡ്. അപ്പൊ നമ്മൾ പറയില്ലേ, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നമ്മൾ കൂതാശകളൊക്കെ ഉദ്ദേശം അത് തന്നെയാണ്. ബട്ട് ഓൺലി വെൻ വി സ്റ്റാർട്ട് ലിവിങ് ദാറ്റ് ലൈഫ്, കൂതാശ സ്വീകരിച്ചിട്ട് ഞാൻ ആ കൂതാശയ്ക്ക് ഒത്ത് ജീവിക്കുമ്പോൾ ദൈവരാജ്യം എന്നിൽ വന്നു കഴിഞ്ഞു. ദൈവരാജ്യമാണ് എൻ്റെ വീട്ടിൽ, എൻ്റെ ചുറ്റുമൊക്കെ ഭരണം നടത്തുന്നത് ഞാൻ അതനുസരിച്ച് ജീവിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഓരോ ഇൻഡിവിജ്വലും മാറിയാലും മൊത്തത്തിൽ സൊസൈറ്റി മാറത്തുള്ളൂ. അതുകൊണ്ട് തന്നെ യേശുവിന്റെ കുരിശുമരണം ആണ് ആ ഒരു സാധ്യത. അല്ലെങ്കിൽ പണ്ട് മനുഷ്യർ പാപത്തിൽ വീണ് ദൈവരാജ്യം ഉണ്ടെന്ന് പറയാനേ പറ്റാത്തൊരവസ്ഥയിൽ മനുഷ്യർ ജീവിക്കുകയാണ്. ബിക്കോസ് ഡൊമീനിയൻ, അന്ധകാരത്തിന് ഡൊമീനിയനും വന്നു, ദൈവരാജ്യവും ഉണ്ട്, ശത്രുവിന്റെ രാജ്യവും ഉണ്ടെന്നുള്ള പോലത്തെ അവസ്ഥ അങ്ങനെ വന്നു. അപ്പൊ അതിനെ മാറാനായിട്ടുള്ള ഒറ്റൊരു വഴി മനുഷ്യരുടെ രക്ഷ യേശുവിന്റെ മരണത്തിലൂടെ സാധ്യമായി. അപ്പൊ ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് പാപമോചനം നേടിയെടുത്ത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ വന്ന് നിറഞ്ഞപ്പോൾ ദൈവരാജ്യം പിന്നെയും എസ്റ്റാബ്ലിഷ്ഡ് ആകാനുള്ള ഒരു സാധ്യത കംപ്ലീറ്റ് ആയിട്ട് ആർക്ക് വേണോ ഭയങ്കര വിശുദ്ധനായിട്ട് ജീവിക്കാം, പരിപൂർണ്ണ സയൻസ് ആയിട്ട് ആർക്ക് വേണോ ജീവിക്കാം. നമ്മൾ കർത്താവിനോട് വരെ സഹകരിച്ചാൽ മതി, നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന ഹോളി സ്പിരിറ്റിന്റെ പറയുന്ന കേട്ട് ജീവിച്ചാൽ മാത്രം മതി. അങ്ങനെ ഒരു ദൈവരാജ്യത്തിന് സാധ്യത ഈശോയുടെ കുരിശുമരണം ഉത്ഥാനം വഴി നമുക്ക് കിട്ടി. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്താൽ പെന്തക്കോസ്റ്റിൽ കൂടെ നമുക്കത് കിട്ടി. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം പെന്തക്കോസ്റ്റൽ ഡേ ആണ്, ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ് ആണ് സഭ ലോകത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡേ നമ്മൾ പറയുന്നത്, അല്ലെ? സഭയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. അപ്പൊ ദാറ്റ് ഇസ് ദ ഡേ വെൻ ദ പൊട്ടൻഷ്യൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ് ആക്ച്വലി ഈ ലോകത്ത് വന്നത്. ഓക്കെ, അപ്പൊ അതായത് തിരുസഭയാണ്
ദ ചേർച്ചാണ് ദൈവരാജ്യത്തിന് ഇപ്പോൾ ലോകത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ചേർച്ചാണ്. ചേർച്ചിലൂടെ ഇപ്പൊ ദൈവരാജ്യം കർത്താവിൻ്റെ എൻവിഷൻ ചെയ്ത, കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവഹിതപ്രകാരം ദൈവരാജ്യം പണ്ടേ ദൈവത്തിൻ്റെ സ്വപ്നമാണ്. നമ്മൾ വീണതുകൊണ്ട് നഷ്ടപ്പെട്ടത് വീണ്ടെടുത്ത് തന്നു ഈശോ. പക്ഷെ വീണ്ടെടുത്ത് തന്നിട്ട് ആ പരിശുദ്ധാത്മ നിറഞ്ഞ് ജീവിക്കുന്നവർക്ക് മാത്രമേ ആ ലൈഫ് ഉള്ളൂ ടിൽ ഈശോയുടെ രണ്ടാം വരവ് വരെ. ഈശോയുടെ രണ്ടാം വരവിന് ഈശോ നമ്മൾ വായിക്കുന്നില്ലേ, ജഡ്ജ്മെന്റ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കതിരിനെയും പതിരിനെയൊക്കെ വേർതിരിക്കുന്ന പറഞ്ഞ പോലെ അല്ലെ, ചെമ്മരിയാടുകളെയും കോലാടുകളെയും ഒക്കെ ഡിവൈഡ് ചെയ്ത് ആ ജഡ്ജ്മെന്റ് വന്നു കഴിയും. പിന്നെ അത് കഴിഞ്ഞുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ കിങ്ഡം ഓഫ് ഗോഡ് തന്നെയാണ്. നമ്മൾ ദൈവരാജ്യം സ്വർഗം എന്നൊക്കെ പറയുന്ന അവസ്ഥ ആയിക്കഴിഞ്ഞു. അത് എൻഡ് ഓഫ് ടൈംസ് ആണ്, ലോക അവസാനമാണ്. ഇപ്പൊ ലോക അവസാനം വരെ ദൈവരാജ്യം ഇവിടെ പെർപ്പച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഭയിലൂടെയാണ്, ചേർച്ചിലൂടെയാണ്. അത് കഴിഞ്ഞ് ഈശോയുടെ രണ്ടാം വരവ് കഴിയുമ്പോൾ അത് ദൈവരാജ്യം മാത്രമായിട്ട് മാറും. ഇതാണ് ശരിക്കും ആ സ്വർഗരാജ്യം എന്ന് മാത്യു പറയുന്നത്. ദൈവരാജ്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം കാണണം, ഇങ്ങനത്തെ ഒരു ലൈഫാണ്. പക്ഷേ സ്വർഗരാജ്യം ദൈവരാജ്യം നമ്മുടെ ലൈഫിൽ ഇന്നുണ്ടാകാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇന്ന് എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മയോട് ചേർന്ന് ഞാൻ ജീവിച്ചാൽ ഞാൻ സ്വർഗരാജ്യത്തിലാണ് ജീവിക്കുന്നത്. ഇതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനാണ് ഞാൻ ഇന്ന് മരിച്ചിട്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്ന ഞാൻ പറയുന്ന അതേ അവസ്ഥ. ഇന്ന് ഞാൻ ഇവിടെ ജീവിക്കണം, ഇന്ന് ഞാൻ പരിശുദ്ധാത്മയോടുകൂടി ജീവിച്ച് ആ ഒരു ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, ആ ഒരു ഫ്രീഡം ഇൻ ദ ഹോളി സ്പിരിറ്റ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ അതാണ് എനിക്ക് മരിക്കുമ്പോഴും കിട്ടാൻ പോകുന്നത്. ഇന്ന് ഞാൻ കർത്താവിനോട് അപ്പം അല്ല, ഇന്ന് ഞാൻ ദുഃഖത്തിലും കരച്ചിലും വിലാപത്തിലും പല്ലുകടിയിലുമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണെന്നും അനുഭവിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാളത്തെ എൻ്റെ മരണം കഴിഞ്ഞിട്ടുള്ള ലൈഫ് ഒരു പക്ഷെ അതുപോലെ തന്നെ ആയിരിക്കാം അല്ല. അപ്പം ഞാനതിനകത്ത് മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കണം. ഓക്കെ, അപ്പം ആ മാനസാന്തരമാണ് ഇവിടെ ജോൺ ദ ബാപ്റ്റിസ്റ്റും പറയുന്നത്. മാനസാന്തരപ്പെടുവാൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ജോൺ ദ ബാപ്റ്റിസ്റ്റ് അവിടെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു പറയുന്നത് ഈശോയിലൂടെ സ്വർഗരാജ്യം പോസിബിൾ ആവുകയാണ്. അത്രയും നാൾ ആഗ്രഹിക്കാം, ദൈവത്തിന് ഇഷ്ടമാണെന്നൊക്കെ തിരിച്ചറിയാൻ ചെയ്യാനുള്ള കഴിവില്ല. ഈശോ മരിച്ചു ഉയർത്തി നിൽക്കുമ്പോൾ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി പുതിയ ജീവിതത്തോടെ കഴിവ് കിട്ടി. അതുകൊണ്ടാണ് അവിടെ സമീപിച്ചിരിക്കുന്നു. നിയർനെസ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറയുമ്പോൾ ഈശോയുടെ മരണമാണ്, അല്ലെങ്കിൽ ഈശോയുടെ മരണവും ഉത്ഥാനവും ഈശോനാൽ ഇവിടെ എൻ്റർ ചെയ്യപ്പെടുന്ന കിങ്ഡം ഓഫ് ഹെവൻ, കിങ്ഡം ഓഫ് ഗോഡ്, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ വായിക്കുന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പറ്റി തന്നെയാണ്. യെശയ്യാ പ്രവാചകനിലൂടെ അരുളിച്ചെയ്യപ്പെട്ടത് അവനെക്കുറിച്ചാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. ഇവിടെ യെശയ്യാ പ്രവാചകൻ ചാപ്റ്റർ 40 ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഇത് ശരിക്കും ഹിസ്റ്റോറിക്കലി നടക്കുന്ന സമയം, ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പറ്റി പ്രഘോഷിക്കുന്ന സമയം, ഓൾറെഡി ഈ വചനത്തിൽ ജീവിക്കുന്ന കുറച്ച് പേരുണ്ട്. അതായത് യെശയ്യാ പറയുന്നു, ചാപ്റ്റർ 40 പറയുന്നു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരം എന്ന് പറയുന്നതും കർത്താവിന് വഴിയൊരുക്കുവാൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവാൻ. ഇതൊരു അപ്പോക്കലിപ്റ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ഒരു എൻഡ് ടൈംസ്, എസ്കറ്റോളജിക്കലി ഉള്ള ഒരു എൻഡ് ടൈംസിനെ പോയിന്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവസാന നാളുകളെ പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു പ്രഘോഷണമാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം, ഈ ഒരു അവസാന നാളുകളെ പറ്റിയുള്ള ആ ഒരുക്കത്തിൻ്റെ ആ വചനം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ ചാപ്റ്റർ 40 പറയുന്നത് അതുപോലെ തന്നെ എടുത്ത് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് എസ്സീൻസ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ പറഞ്ഞില്ല, ജോൺ ദ ബാപ്റ്റിസ്റ്റ് എസ്സീനാണ് എന്നുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞത്. അവർ താമസിക്കുന്നത് ഇതേപോലെ മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു സ്വരം എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ആ ഒരു ഓറിയന്റേഷൻ കിട്ടിയ വ്യക്തികൾ, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ കർത്താവിൻ്റെ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിന്റെ ലോകാവസാനം, കാരണം രണ്ടാം വരവ് എന്നുള്ള ക്രിസ്ത്യാനിറ്റിക്കേ ഉള്ളൂ, യഹൂദ മതമില്ലല്ലോ, അല്ല ഈശോയ്ക്കല്ല അതുള്ളത്. അപ്പോൾ യഹൂദ മതത്തിന് പക്ഷെ ജഡ്ജ്മെന്റ് ഉണ്ട്, അവസാന വിധി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അവസാന വിധി, ലോകാവസാനം, കർത്താവിൻ്റെ ദിനത്തിൻ്റെ ആഗമനം, ഇത് നമ്മൾ പ്രവാചകന്മാരൊക്കെ നമ്മൾ വായിക്കും. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തൊക്കെ പ്രത്യേകിച്ച് നമ്മൾ വായിക്കും, കർത്താവിൻ്റെ ദിനം, കർത്താവിൻ്റെ ദിനം. അപ്പോൾ ഈ കർത്താവിൻ്റെ ദിനം, അല്ലെങ്കിൽ ആ ജഡ്ജ്മെന്റ്, വേൾഡിൻ്റെ അവസാനം, അത് ആസന്നമായി എന്ന് കരുതി അതിനുവേണ്ടി ഒരുങ്ങി ജീവിച്ച കുറേ മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്കൊന്നും നമ്മൾ പറഞ്ഞ പോലെ കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ആ വരവ് യേശു എന്ന വ്യക്തിയിൽ മനുഷ്യാവതാരമാണെന്നും അങ്ങനെ രക്ഷ സാധ്യമാക്കിയ ദൈവരാജ്യത്തിന് പ്രാക്ടിക്കാലിറ്റി കൊടുത്ത, ദൈവരാജ്യം സാധ്യമാക്കിയ സംഭവമാണെന്നൊന്നും അവർക്കറിയില്ല. പക്ഷെ അവർക്കൊരു കാര്യം അറിയാം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവസാന നാളുകൾ അടുത്തിരിക്കുന്നു. ഇങ്ങനൊരു ചിന്തയാണ് അവർക്ക് മനസ്സിലായത്. അപ്പോൾ എസ്സൈൻ
റോമൻസ് പ്രത്യേകിച്ച് പ്രീസ്റ്റ്ലി ഗ്രൂപ്പാണ്. അവരിങ്ങനെ മരുഭൂമിയിലേക്ക് വിത്ഡ്രോ ചെയ്ത് വളരെ അസറ്റിക് ആയിട്ടുള്ളൊരു ജീവിതം, വളരെ വിരക്തമായ ഒരു ജീവിതം നയിച്ചു. ഫുഡും അതുപോലെ തന്നെ ഒത്തിരി പ്യൂരിഫിക്കേഷൻ റിച്വൽസും അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരി ഈ ബാപ്റ്റിസം പോലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഒരു പ്യൂരിഫൈ ചെയ്യുന്ന കുറെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് അവർ നടത്തി. അതോടൊപ്പം അവർ ബൈബിളിൻ്റെ കോപ്പീസ് എഴുതി. അപ്പം അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് അവിടെ ജീവിച്ചിരുന്നു. അവർ ഓൾറെഡി ഈ ഒരു നമ്മൾ ഇന്ന് സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന അന്ന് കർത്താവിൻ്റെ ദിനം എന്ന് യഹൂദർ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിന് വേണ്ടി ഒരുങ്ങിയ വ്യക്തികളാണ്. പക്ഷെ അവരുടെ അവസാനം എന്ന് പറഞ്ഞാൽ വളരെ ഒരു അപ്പോക്കലിപ്റ്റിക് ഒരു അവസാനം തന്നെ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ AD 7 നമുക്ക് ഈ റോമൻസ് ഫൈനലി വന്ന് ജെറുസലം ടെമ്പിളൊക്കെ നശിപ്പിക്കുന്ന വളരെ വലിയൊരു ഡിസ്ട്രക്ഷൻ ജ്യൂസിന് മൊത്തത്തിൽ സംഭവിക്കുന്ന കാലഘട്ടം ആയപ്പോഴേക്കും ഇവരെല്ലാവരും ഒരുമിച്ച് മാസക്കർ ചെയ്തു, ഒരുമിച്ച് കൊന്നുകളയുകയോ ചെയ്തത് റോമൻസ്. അപ്പോൾ ഇവർ അവസാനം എന്ന് പറഞ്ഞാൽ കാത്തിരുന്ന് അവർക്ക് കിട്ടിയ ചില പ്രചോദനങ്ങൾ വെച്ച് അവർ വിത്ഡ്രോ ചെയ്ത് ദൈവത്തിന് വേണ്ടി കാത്തിരുന്നെങ്കിൽ അവരുടെയൊക്കെ തന്നെ ഒരുമിച്ചുള്ളൊരു അപ്പോക്കലിപ്സ് ആയിപ്പോയി എന്നുള്ള സത്യമാണ്. പക്ഷെ അവരുടെ കോൺട്രിബ്യൂഷൻ ഇന്ന് ഇതുപോലെ 2000 വർഷം കഴിഞ്ഞിട്ടാണ് മനുഷ്യർക്ക് അവരുടെ എഴുതിയ ചാവ് കടൽച്ചുകളൊക്കെ കിട്ടുന്നത്. പക്ഷെ അത് നിലനിൽക്കുന്നു ഞാൻ പറയുന്നത്, നിലനിൽക്കുന്നു. അവരുടെ സ്വപ്നങ്ങൾ വ്യർത്ഥമായില്ല. അവർ കർത്താവ് ഇപ്പോൾ വരുമെന്നല്ലെങ്കിൽ രോഗം അവസാനിക്കുമെന്ന് കണ്ടത് അവരെ സംബന്ധിച്ച് ആ ഗ്രൂപ്പിൻ്റെ ഒക്കെ തന്നെ മൊത്തത്തിൽ ജ്യൂസിൻ്റെ തന്നെ യഹൂദരുടെ തന്നെ വലിയൊരു ഡിഫീറ്റായിരുന്നു. റോമൻസ് കംപ്ലീറ്റ് ആയിട്ട് അവർ ഡിസ്ട്രോയ് ചെയ്ത സമയം എന്ന് പറയുമ്പോൾ, ടെമ്പിൾ ഡിസ്ട്രോയ് ചെയ്ത സമയം എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ അവർ പേഴ്സണൽ ലൈഫിൽ കടന്നു പോയെങ്കിലും അവരുടെ സ്വപ്നങ്ങൾ വ്യർത്ഥമായിരുന്നില്ല. അവർ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചത് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ പോലെ തന്നെ ഉള്ളൊരു പേഴ്സണാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റും. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇതുപോലെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് കുറച്ചുകൂടെ റൈറ്റ് ട്രാക്കിൽ വീണു. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് യേശുവിലേക്ക് പോയിന്റ് ചെയ്യാനായിട്ടുള്ളൊരു കുറച്ചും കൂടെ ഒരു വളർച്ച കിട്ടി. കാരണം ഉദരത്തിലെ പശുദ്ധങ്ങൾ നിറഞ്ഞ വ്യക്തിയാണ്. നമ്മൾ മാത്യുവിന് ഗോസ്പൽ വായിക്കുന്നില്ല, ലൂക്കിന് ഗോസ്പൽ വായിക്കുവാണ്. ഉദരത്തിൽ വെച്ചതിന് പശുദ്ധങ്ങൾ നിറഞ്ഞ വ്യക്തിയായ ജോണിന് കാലത്തിന്റെ ചുവരെഴുത്തുകൾ പ്ലസ് കർത്താവിന്റെ പ്രചോദനം കൊണ്ട് മനസ്സിലായി ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിട്ട് ഈശോ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് പിന്നെ ജോണിന് അതിൽ നിന്നുള്ള കൃപ കിട്ടിയെന്നുള്ള. ഓക്കെ, കർത്താവിൻ്റെ പാതകൾ നേരെയാക്കുവാനും അപ്പം ഈ ഒരു വിളി, അതായത് കർത്താവിന് വഴിയൊരുക്കുവാനും അവന് വേണ്ടി പാത നേരെയാക്കി ഒരുക്കാൻ, അല്ലെങ്കിൽ ഒരു കർത്താവിന് സ്വാഗതം ചെയ്യുന്ന കുറെ മനസ്സുകൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ദൈവം ഉപയോഗിച്ച വ്യക്തി സ്നാപയോഹന്നാനാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ സ്നാപയോഹനെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ ഏലിയ പ്രവാചകനായിട്ട് കണക്ട് ചെയ്യും. 2 റീസൺസ് ആണുള്ളത്. ഒന്ന്, നമ്മുടെ മലാഖയുടെ പുസ്തകമൊക്കെ അവസാനമൊക്കെ അങ്ങനെ നമ്മൾ വായിക്കും, ഏലിയ വരും, കർത്താവിൻ്റെ ദിനത്തിന് മുമ്പ് ഏലിയ വരും വഴിയൊരുക്കാൻ, പിതാക്കളുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളെ പിതാക്കന്മാരിലേക്കും തിരിക്കാനായിട്ട് വരും. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് പറയുന്നുണ്ട്. അത് ഏലിയയുടെ വരവ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പോർഷനാണ്. പിന്നെ അടുത്ത വചനം, യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു, വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. അപ്പോൾ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം എന്ന് പറയുമ്പോൾ ടിപ്പിക്കലി അത് ശരിക്കും പറഞ്ഞാൽ 2 Kings 2 രാജാക്കന്മാർ ചാപ്റ്റർ 1 വേഴ്സ് 8 ഏലിയ പ്രവാചകനെ പോലെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. കിങ്ങിന് ആൾക്കാർ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് അവൻ എങ്ങനെ ഇരിക്കും, അവനെങ്ങനെയാണ്, അവൻ രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു, അരയിലൊരു ലെതർ ബെൽറ്റ് ധരിച്ചിരുന്നു, അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതേ ഡിസ്ക്രിപ്ഷൻ ഇവിടെ യോഹന്നാൻ്റെ ഡ്രസ്സിനെ പറ്റി പറയുന്നു. അപ്പം അതുകൊണ്ട് ഇത് റെസണേറ്റ് ചെയ്യുവാണ്. ഇത് ഏലിയ പ്രവാചകൻ്റെ ഒരു സെക്കൻഡ് ഏലിയ പ്രവാചകനായിട്ട് അവിടെ കാണപ്പെടുന്നു. പിന്നെ രണ്ടാമത് മലാഖി പറഞ്ഞില്ലേ, മക്കളുടെ ഹൃദയങ്ങളെ പിതാക്കന്മാരിലേക്കൊക്കെ ഒരുക്കുന്ന അല്ലെങ്കിൽ അടുപ്പിക്കുന്ന തിരിക്കുന്ന ഒരു ഏലിയ വീണ്ടും വരും. അപ്പം അതേപോലത്തെ ഒരു ദൗത്യം ഈശോ വരുന്നതിന് മുൻപ്, രക്ഷകൻ വരുന്നതിന് മുൻപ്, കർത്താവ് വരുന്നതിന് മുൻപ് അങ്ങനെ വഴിയൊരുക്കുന്ന ഒരു വ്യക്തി. ഇപ്പം ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഏലിയ വീണ്ടും വരുന്നു പറഞ്ഞു ആ വചനം ഇവിടെ ഫുൾഫിൽഡ് ആവുന്നു. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ രീതിയിലും ഏലിയയുടെ ഫിസിക്കൽ അപ്പിയറൻസും ഈ മനുഷ്യൻ കാണിക്കുന്നത്. ഇത് രണ്ടും കൊണ്ടാണ് ഏലിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് മാത്യു ഇവിടെ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പ്രസന്റ് ചെയ്യുന്നത്. നമുക്കറിയാം മാത്യു എന്ന് പറയുന്നത് ജൂയിഷ് പോപ്പുലേഷന് വേണ്ടി തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ പഴയ നിയമവും ഈ ക്രിസ്ത്യാനിറ്റിയും കൂടെ ഒത്തിരി കമ്പയർ ചെയ്ത് ഫുൾഫിൽമെന്റ് സൈറ്റേഷൻസ് എടുത്ത് പറഞ്ഞ് മാത്യു അത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മാത്യു ഇതാണ് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. അത് യഹൂദ മതം അല്ല, ക്രിസ്ത്യാനിറ്റിയാണ്.
അത് യഹൂദരിൽ തന്നെ ബിൽഡ് ചെയ്തിട്ട് നമ്മളാണ് ശരിക്കും ക്രിസ്ത്യൻസ് ഇങ്ങനെ ഒന്ന് പോയിന്റ് വേണ്ടിയിട്ടാണ് പുള്ളി ഇത് എഴുതുന്നത്, മാത്യു ഇത് എഴുതുന്നത്. അതുകൊണ്ടാണ് മാത്യു ഇവിടെ ഏലിയ പ്രവാചകൻ, പഴയ നിയമത്തിൽ വളരെ കീ ആയിട്ടുള്ള പ്രവാചകന്റെ ആ കാര്യം ഇവിടെ അനുസ്മരിപ്പിക്കുന്നു. പിന്നെ രണ്ട് പാരലൽസും കൂടെ ഏലിയയിലേക്ക് ബിൽഡ് ചെയ്യുവാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ലൈഫിനെ. ഓക്കെ, വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. വളരെ റൂഡായിട്ട്, വളരെ റസ്റ്റിക് ആയിട്ടുള്ള ഫുഡാണ്. നമ്മൾ പറഞ്ഞ എസ്സെൻസിനെ പോലുള്ള വിത്ഡ്രോ ചെയ്ത് സമൂഹത്തിൽ നിന്ന് മാറി ജീവിക്കുന്നവരുടെ ഒരു ഭക്ഷണ രീതി അതാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന വളരെ ഈശോ തന്നെ പിന്നെ കമ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിൽ പോയത്? കാറ്റ് തടഞ്ഞ അങ്ങനെയാണോ? മൃദുല വസ്ത്രം ധരിച്ചവനാണോ എന്നൊക്കെ ചോദിക്കുന്നത് ഈ ഒരു അസറ്റിക് ലൈഫിനെ ഈശോ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുകയാണ്. അതായത് അന്ന് ലോകത്ത് നല്ല സിറ്റി ലൈഫ്, നല്ല എൻജോയ്മെന്റ്, കംഫർട്ടബിൾ ലൈഫ് ജീവിച്ചിരുന്ന ആൾക്കാരിന് വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള, നേച്ചറുമായിട്ട് ഡയറക്ട്ലി എന്താ പറയുക, പടപൊരുതിയ ഒരു ജീവിതമാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് അവിടെ ജീവിച്ചിരുന്നത്. അതാണ് അവിടെ നമ്മൾ മനസ്സിലാവുന്നത്. പിന്നെ പ്രിപ്പയർഡ് വേറൊരു കാര്യം, നമ്മൾ ഈ പറഞ്ഞ പോലെ മിസ്റ്റിക്കൽ റൈറ്റിങ്സ് എന്ന് പറഞ്ഞു, ആൻ കാതറിൻ എമറിക്കിൻ്റെ കാര്യം പറഞ്ഞു. ആൻ കാതറിൻ എമറിക്കിൻ്റെ ഒക്കെ റൈറ്റിങ്സിനകത്ത് ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പറ്റി പറയുന്നത് ചെറുതിലേ തന്നെ, എസ്പെഷ്യലി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വായിച്ചില്ലേ, ശിശുക്കളെ കൊല്ലുന്നത്, കിങ് ഹെറോഡ് ശിശുക്കളുടെ മാസക്കർ ചെയ്യുന്ന കാര്യം നമ്മൾ വായിച്ചല്ലോ അല്ലേ. ആ ഒരു ഇൻസിഡന്റ് സമയത്ത് ഒത്തിരി പേര് ഇതുപോലെ ഓടിപ്പോയി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് മരുഭൂമിയിലാണ് വളർന്നത് എന്ന രീതിയിൽ, അതായത് എലിസബത്ത് ആണ് മാതാവിന് റിലേറ്റീവ് നമുക്കറിയാം. അപ്പോൾ പിന്നെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ശരിക്കും പറഞ്ഞ ഒരു കംഫർട്ടബിൾ ആയിട്ടൊരു ലൈഫ് ചെറുതിലെ തന്നെ ജീവിച്ചിട്ടില്ല എന്നാണ് ഈ മിസ്റ്റിക് എഴുതുന്നത്. കാട്ടിലാണ് ജീവിച്ചത്, അല്ലെങ്കിൽ മരുഭൂമിയിലാണ് ജീവിച്ചത്. ഈവൻ കളിക്കാനുള്ള ടോയ്സോ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഒരു പിക്ചർ ഇങ്ങനെ വായിച്ച് ഓർക്കുവാണ്. എനിക്കത് നമ്പറൊക്കെ റൈറ്റിനകത്ത് ഇങ്ങനെ പറഞ്ഞേക്കുവാണ്, ഈ കുഞ്ഞ് സ്നവയോഹനാൻ കാട്ടിൽ തന്നെ ജീവിക്കുവാണ് തന്നെ. അപ്പോൾ വേറെ ഒരു കാര്യം, ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് ഒന്നുമില്ല, പച്ചയായിട്ടുള്ള നേച്ചറും പച്ചയായിട്ടുള്ള ദൈവവും. അത് മാത്രമാണ് ഒരു കമ്മ്യൂണിക്കേഷനായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജോണിന് ആകപ്പാടെ കയ്യിലുള്ള കൊച്ചു ജോണിന്. അപ്പോൾ ആ ജോൺ 2 കമ്പുകൾ ഇങ്ങനെ എടുത്ത് കൂട്ടിക്കെട്ടിയിട്ട് ഒരു ടോയ് പോലെ ഉണ്ടാക്കി അത് വെച്ച് ഇങ്ങനെ കളിക്കും. അങ്ങനെയൊക്കെ ഞാൻ വായിച്ചായിരുന്നേ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചാൽ എന്താ അങ്ങനെ 2 കമ്പ് കൂട്ടിക്കെട്ടിട്ട് എന്താ. അപ്പോൾ എനിക്ക് അന്നൊന്നും മനസ്സിലായില്ല. വായിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ശരിക്കും എന്താണ് എൻ്റെ പേർപ്പസ്, ആ ടോയ് എന്താണെന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ അത് മാത്രമാണ് കൊച്ചു ജോൺ ഉണ്ടായിരുന്ന ഒരു ടോയ് എന്ന് വായിച്ചപ്പോൾ വളരെ ഞാൻ ടച്ച്ഡായിപ്പോയി. കാരണം നമ്മളൊക്കെ ജനിച്ചപ്പോൾ എന്തൊക്കെ ടൈപ്പ് ടോയ്സ് നമുക്കുണ്ടല്ലേ. ഒത്തിരി ഡോൾസ് ഉണ്ട്, കാറും അങ്ങനെ ലെഗോസും ഒത്തിരിയൊക്കെ ഉള്ള ഒരു കോൺടെക്സ്റ്റ് നമ്മൾ ജീവിക്കുമ്പോൾ ഒന്നുമില്ലാതെ, ഒരു ടോയ് പോലും കളിക്കാനില്ലാതെ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടൊരു വിരക്ത ജീവിതമാണ് ചെറുതിലെ തൊട്ട് ജോൺ നയിച്ചത് എന്ന് വായിച്ചിട്ട് ഞാനിങ്ങനെ ഭയങ്കര ടച്ച്ഡായി പോയായിരുന്നു. അത് വായിച്ച് ശരിക്കും കരഞ്ഞു എന്ന് തന്നെ പറയാം. കുറച്ച് നാൾ തന്നെ എൻ്റെ മനസ്സിൽ ആ ഒരു ഇമേജ് നിന്നു. അത്ര കംപ്ലീറ്റ്ലി ഒരു വേൾഡ്ലി ഒരു സുഖവും അനുഭവിക്കാതെ കറക്റ്റ് താപസൻ എന്ന് പറയുന്ന വിരക്തി മാത്രം, അങ്ങനെ വേൾഡിനെ ടോട്ടലി ഷൻ ചെയ്ത് ജീവിച്ച ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അങ്ങനെ അദ്ദേഹത്തെ പറ്റി ഞാനിങ്ങനെ കുറച്ച് ദിവസം മെഡിറ്റേറ്റ് തന്നെ ചെയ്തു. ഫൈനലിയാണ് എനിക്കത് മനസ്സിലാവുന്നത് എന്താണ് ആ ടോയ് എന്നുള്ളത്. ആ ടോയ് 2 കമ്പുകൾ കൂട്ടിക്കെട്ടി എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ആക്ച്വലി ക്രോസ് അല്ലേ. ഒരു കമ്പിങ്ങനെ കെട്ടുമ്പോൾ അതൊരു ക്രോസ് ആണല്ലേ. അപ്പോൾ അത്രയും വലിയൊരു മോറൽ സ്ട്രെങ്തും മോറൽ ഇൻറ്റഗ്രിറ്റിയും ജോൺ ഉണ്ടായത് വേൾഡ്ലി ആയിട്ടുള്ള ആശയങ്ങളോ സൊസൈറ്റിയിൽ ജീവിച്ച് മറ്റു മനുഷ്യരിൽ നിന്നും മറ്റുള്ളവരെ പ്ലീസ് ചെയ്യിപ്പിച്ചും ഒന്നും ആ മോറലി ഉള്ള കോഡിനെ ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അതുകൊണ്ടാണ് അത്ര ശക്തനായിട്ട് എന്നിട്ട് കിങ്ങിനെതിരായിട്ട് പറയാനും അത് കാരണം മരിക്കണമെങ്കിൽ മരിക്കാനും ഒക്കെ വില്ലിങ്നെസ് ഉണ്ടായ ഒരു വ്യക്തിയെ മാറാനുള്ള റീസൺ ഒരു തരത്തിലും കോംപ്രമൈസ് വരുത്താത്തൊരു സ്പിരിച്വാലിറ്റി ചെറുതിലെ മുതൽ ജോൺ മെയിൻറ്റെയിൻ ചെയ്തെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഇങ്ങനെ, അതായത് നമ്മളിപ്പോൾ വായിച്ചത് മാത്യുവിൻ്റെ ഗോസ്പൽ ചാപ്റ്റർ 3 വേഴ്സ് 1-4 വരെയാണ് വായിച്ചത്. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു, വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. ഞാൻ ഇവിടെ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യുവാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് യോഹന്നാൻ ഉണ്ടായിരുന്ന ആ ഒരു ഇൻറ്റഗ്രിറ്റി നമുക്ക് ഈശോയുടെ കരങ്ങളിൽ നിന്ന് വാങ്ങിക്കാം. ആ ഒരു വ്യക്തത നമുക്ക് ഈശോയുടെ കരങ്ങളിൽ നിന്ന് വാങ്ങിക്കാം. പ്രിയപ്പെട്ട ഈശോയെ, ഞങ്ങൾ ഇന്ന്
മാത്യുവിന്റെ ഗോസ്പലിനകത്ത് വായിച്ചത് സ്നാപക യോഹന്നാനെ പറ്റിയാണല്ലോ. എത്ര ഇന്റൻസിറ്റിയോടെ, ഒരു ഡൈലേഷനും ഇല്ലാതെയാണ് ജോൺ അങ്ങയെ അന്വേഷിച്ചത്, ജോൺ അങ്ങയെ സ്വന്തമാക്കിയത്, അങ്ങിൽ ജീവിച്ചത്. ഒരു തിന്മയോടും ഒരു ചായവും വിട്ടുകൊടുക്കാതെ, ഒരു തരത്തിലുള്ള ശരീരത്തിന് ഇൻക്ലിനേഷനും അനുവദിക്കാതെ, പാപത്തിന് ഒരു സാഹചര്യം തൻ്റെ ലൈഫിൽ കൊടുക്കാതെ, ശരീരത്തെയും മനസ്സിനെയും ഒരേപോലെ ദൈവത്തിൽ കേന്ദ്രീകരിച്ച് രക്ഷകനായിട്ട് ജനിക്കുന്ന ദൈവത്തിന് വഴിയൊരുക്കാനായിട്ടുള്ള തൻ്റെ ദൗത്യത്തിന് 100% വില കൊടുത്ത് ജീവിക്കാൻ ഡിസൈഡ് ചെയ്ത ഒരു ജീവിതം, അതായിരുന്നല്ലോ ജോണിൻ്റെ ലൈഫ്. ഈശോയെ, ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിലേക്ക് നോക്കുന്നു. എത്രയോ കംഫർട്ട്സ് ഞങ്ങൾ ഡെയിലി അനുഭവിക്കുന്നു. ഇഷ്ടമുള്ളത് നമുക്ക് കഴിക്കാൻ പറ്റുന്നു, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റുന്നു, ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നു. എന്തോരം നമുക്ക് ഇത്രയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. എന്നാൽ നമുക്ക് ഈ കംഫർട്ട്സ് എല്ലാം ഉണ്ട്. ഈ ഇത്രയും കംഫർട്ട്സ് ഉള്ളപ്പോൾ ഈശോയെ അങ്ങ് തന്നെ പറഞ്ഞു, അവസാന നാളുകളിൽ സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ ഹൃദയം ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിക്കാനായിട്ട് അങ്ങ് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ മനസ്സ് ദുർബലമാകുന്ന ഒരു കോസായിട്ട് ഈശോ അങ്ങ് പറഞ്ഞത് സുഖലോലുപതയാണ്. കർത്താവ്, ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ എത്രയോ ഇൻറ്റൻസായിട്ട് ഈ ഒരു പാപത്തിൻ്റെ ഒരു മേഖല കിടപ്പുണ്ട്. എത്രയോ ഞങ്ങൾ സുഖം അനുഭവിക്കുന്നു, ഫിസിക്കലി തന്നെ. ഉറങ്ങണമെന്നപ്പോൾ ഉറങ്ങാം, കഴിക്കാപ്പോൾ കഴിക്കാം, എന്താ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്ന ഒരു സ്പേസ് നമ്മുടെ ചുറ്റും ഞങ്ങളൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഈശോയെ, ഞങ്ങളിപ്പോൾ അതെല്ലാം അങ്ങയുടെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖലോലുപതയിൽ നിന്ന് ഞങ്ങൾക്ക് ഡെലിവറൻസ് തരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, ജോൺ ദ ബാപ്റ്റിസ്റ്റൊക്കെ വില കൊടുത്ത് നേടിയ വിശുദ്ധി ഒരു വിലയും കൊടുക്കാതെ ഫ്രീ ആയിട്ട് നേടാമെന്നാണ് ഞങ്ങളുടെയൊക്കെ ചിന്ത പലപ്പോഴും. എന്നാൽ ദൈവരാജ്യത്തിന് വില കൊടുക്കുമ്പോഴാണ് വിശുദ്ധിയിൽ വളരുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന ഈശോയെ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ആ ഒരു ഇൻറ്റഗ്രിറ്റി, ആ ഒരു കലർപ്പില്ലാത്ത വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള തേഴ്സ്റ്റ് ഞങ്ങൾ സ്വന്തമാക്കുന്ന ഈശോയെ. സുഖവും ഈ ലോകത്തിൻ്റെ മനുഷ്യരുടെ പോസിറ്റീവായിട്ടുള്ള വേർഡ്സും കംഫർട്ട്സും ഒക്കെ തന്നെ ഞങ്ങളെ അങ്ങിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളാണെന്നും, അങ്ങയിലുള്ള യഥാർത്ഥ ജീവിതം, അങ്ങയിലുള്ള യഥാർത്ഥ വിസ്ഡം ഞങ്ങൾ കിട്ടണമെങ്കിൽ ഞങ്ങൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് നോ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈശോയെ. വീണ്ടും ഞങ്ങൾ ജോൺ ദ ഇവാഞ്ചലിസ്റ്റ്, ഈശോയുടെ യോഹന്നാൻ ശ്ലീഹ പറയുന്ന ഒരു കാര്യം കൂടെ ഓർക്കുന്നു. ഈ ലോകവും കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ഇതൊക്കെ ഈ ലോകത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെതല്ല. പിന്നെ ഞങ്ങൾ വായിക്കുന്നത് ലോകത്തുള്ള മൈത്രി ദൈവത്തുള്ള ശത്രുതയാണ്. പിന്നെ ഞങ്ങൾ വായിക്കുന്നത് ലോകവും അതിൻ്റെ സമസ്തവും കടന്നു പോകും, എന്നാൽ കർത്താവിനെ ഭയപ്പെടുന്ന നീക്കും ജീവിക്കും. ഈശോയെ, എത്രമാത്രം ലൗകികത ലോകം ഞങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടെന്ന് ഞങ്ങൾ സ്നാപയോഹന്നാനെ പോലെ ഒരു തരത്തിലും ലോകം ഉള്ളിലില്ലാത്ത, ഒരു തരത്തിലും വേൾഡുമായിട്ടൊരു കോംപ്രമൈസ് ഇല്ലാത്ത ലൈഫ് ലീഡ് ചെയ്ത ജോണിൽ നിന്ന് ഞങ്ങൾ പഠിക്കുന്നു. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഞങ്ങൾ പഠിക്കുന്നു. ഈശോ, ഞങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഈ ഒരു കൃപ സ്വന്തമാക്കുന്നു. ഈ ലോകത്ത് ജീവിച്ചാലും ഈ ലോകത്തിൻ്റെ അല്ലാതെ ജീവിക്കാൻ, ലോകത്തിൻ്റെ സുഖങ്ങൾ അത്യാവശ്യമൊക്കെ മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സ് പരിപൂർണമായിട്ടും അതിൽ നിന്ന് ഡിറ്റാച്ച്ഡായി, ലൗകികമായ കാരണം ഡിറ്റാച്ച്ഡായി അങ്ങിൽ റൂട്ട് ചെയ്യാൻ, വചനത്തിൽ റൂട്ട് ചെയ്യാൻ, വിശുദ്ധിയിൽ റൂട്ട് ചെയ്യാനായിട്ട്, വിശുദ്ധിയിൽ വേറിടാനായിട്ട്, ആഴപ്പെടാനായിട്ട് ആ കൃപ ഞങ്ങളിന്ന് വാങ്ങിക്കുന്നു ഈശോയെ. പരിശുദ്ധ അമ്മേ, ഇങ്ങനെയുള്ളൊരു ജീവിതം ജോണിൽ നിന്ന് ഞങ്ങളിന്ന് വായിച്ച അതേ ലൈഫാണല്ലോ അമ്മ ജീവിച്ചത്. എത്രയോ ഈ ലോകത്തിൻ്റെ സിനിൽ നിന്നൊക്കെ അപ്പുറമായിട്ട്, എത്രയോ പ്യൂറായിട്ട്, പേർപ്പച്വലായിട്ടുള്ള പ്യൂരിറ്റിയിൽ അമ്മ ജീവിച്ചു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത, ലൗകികതയും ലോകത്തിൻ്റെ കാര്യങ്ങളും നമ്മളൊരു മിക്സ് ചെയ്ത് രണ്ട് വളർത്തി കാൽ വയ്ക്കുന്ന ഒരു വിശുദ്ധിയല്ല, ഒരു കോംപ്രമൈസും ഇല്ലാത്ത പരിപൂർണമായ വിശുദ്ധിയിലേക്ക് അമ്മ ഞങ്ങളെ നയിക്കണമേ, പഠിപ്പിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ,
നമ്മളിന്ന് ഒരുമിച്ച് ചിന്തിച്ചത് സ്നാപക യോഹന്നാനെ പറ്റിയാണ്. നമ്മൾ നാളെയും ഈ റീഡിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിന്യൂ ചെയ്യും. യോഹന്നാൻ്റെ മെസ്സേജസ് എന്താണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും, ടീച്ചിങ്സ് എന്താണെന്ന് നമ്മൾ കേൾക്കും. അപ്പോൾ നമ്മൾ നാളെ കാണുന്നത് വരെ ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കമൻസൊക്കെ താഴെ ചേർക്കുക. ഓക്കെ, അപ്പോൾ ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ഗാഡ്. ബൈ.